ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മാനേജർ റവറൻ സിസ്റ്റർ ജെസിമരിയ ഒരിക്കൽ, സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, രക്ഷകർത്താക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ആഘോഷത്തിൻ്റെ ആനന്ദവും വേർതിരിവിൻ്റെ വേദനയും ഒന്നു ചേർന്നിരിക്കുന്ന ഈ വേളയിൽ വിശ്വമഹാകവി ടാഗോറിൻ്റെ വാക്കുകളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് അവധി കിട്ടിയിരിക്കുന്നു. എൻ്റെ വാടക വീടിൻ്റെ താക്കോൽ ഇതാ ഞാൻ തിരിച്ചു നൽകുന്നു. അതെ, ഞങ്ങൾ രണ്ടുപേരും, സിസ്റ്റർ ലിസ്യു 28 വർഷവും ഞാൻ 21 വർഷവുമായി ഞങ്ങൾക്ക് താൽക്കാലിക വസതിയായി ലഭിച്ചിരുന്ന SH ആകുന്ന വാടക വീടിൻ്റെ താക്കോൽ തിരികെ ഏൽപ്പിക്കുവാൻ സമയമായിരിക്കുന്നു. കഴിഞ്ഞ വർഷം വരെയും ഓരോ ആനിവേഴ്സറിയും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകിയിരുന്നു. കാരണം എല്ലാവരും ഒന്നു ചേർന്ന് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ആസ്വദിച്ച് സഹകരിച്ച് സ്നേഹിച്ച് പിരിയുന്ന ഒരവസരമായിരുന്നു. എന്നാൽ ഇന്ന് അത് ഞങ്ങളുടെ യാത്രയയപ്പ് കൂടിയായപ്പോൾ സമ്മിശ്ര വികാരങ്ങളോടുകൂടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഓർമ്മകൾക്ക് മരണമില്ല. പിന്നിട്ട് വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആറ്റുതീരത്ത് നട്ട വൃക്ഷം നിത്യവും ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രവാചക വചനം പോലെ മീനച്ചിലാറിൻ്റെ തീരത്ത് വിശുദ്ധ അൽഫോൻസാമ്മയുടെ പുണ്യപരിമളത്താൽ സമ്പന്നമായി ഭരണങ്ങാനത്ത് ഫലം ചൂടി നിൽക്കുന്ന സരളവൃക്ഷമാകുന്ന SH അനേക തലമുറകളിലേക്ക് വിജ്ഞാനവും വിശുദ്ധിയും മൂല്യബോധവും പകർന്നു നൽകിക്കൊണ്ടിരുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ നിരന്തരം വിജയക്കൊടി പാറിച്ച SHൽ ഒരു അധ്യാപികയാകാൻ കഴിഞ്ഞത് ഭാഗ്യമായി ഞാൻ കരുതുന്നു. 2000 ആണ്ടിൽ അൽഫോൻസ റെസിഡൻഷ്യൽ സ്കൂളിലാണ് എൻ്റെ അധ്യാപനം ആരംഭിച്ചത്. 2003 SHലേക്ക് കടന്നു വന്നത്. വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി മാത്രമേ ആ ദിനങ്ങളെ ഓർമ്മിക്കുവാൻ കഴിയൂ. ഞങ്ങളുടെ ജീവിത വഴിത്താരയിൽ SH എന്ന ഈ കലാലയം ജീവിത വിശുദ്ധിയുടെ നിറദീപമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വിജ്ഞാനത്തിൻ്റെ നിറദീപങ്ങളായ സഹ അധ്യാപകരും സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായ കുഞ്ഞുങ്ങളും ആത്മാർത്ഥത നിറഞ്ഞ രക്ഷിതാക്കളും ചേർന്നൊഴുകുന്ന ഒരു സ്നേഹ നദിയായിരുന്നു SH കുടുംബം. സമൂഹത്തിനുള്ള ഈശ്വരൻ്റെ വരദാനമാണ് അധ്യാപകർ എന്ന സത്യം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും SHലെ അധ്യാപന ശുശ്രൂഷ ഞങ്ങൾക്ക് വേദിയൊരുക്കി. അധ്യാപനത്തിൻ്റെ നാൾ വഴികളിൽ ഞങ്ങൾക്ക് പ്രചോദനമേകിയവർ ഒത്തിരി പേരുണ്ട്. ഈ സ്കൂളിൻ്റെ മാനേജർമാരായിരുന്ന ബഹുമാനപ്പെട്ട ക്രൂസിബിച്ച് അമ്മ, ആൻഡ്രീസ് അമ്മ, മരി ഫ്രാൻസിസ് അമ്മ, ആൻസീനാമ്മ, ആനി കളറങ്ങാട്ടമ്മ, ജെസ്സിമരി അമ്മ, ഹെഡ് മിസ്ട്രസുമാരായിരുന്ന ബഹുമാനപ്പെട്ട റോസ്തനേസ് അമ്മ, ക്രിസ്റ്റലീന അമ്മ, ക്രിസ്റ്റി അമ്മ, ലിസ്യൂഡേസ് അമ്മ, ഷൈൻഡോസ് അമ്മ, സിസ്റ്റർ റോസിൻ ജോർജ്, സിസ്റ്റർ അൽഫോൻസ, എൻ്റെ സഹപ്രവർത്തകർ, ഓഫീസ് സ്റ്റാഫ്, PTA, രക്ഷകർത്താക്കൾ, ഓരോരുത്തരെയും ഞങ്ങൾ ഒത്തിരി നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർമ്മിക്കുന്നു. ഈ സ്കൂളിലെ ഓരോരുത്തരും ഞങ്ങൾക്ക് നൽകിയ സ്നേഹവും കരുതലും വർണ്ണിക്കുവാൻ വാക്കുകളില്ല. കഴിഞ്ഞുപോയ അധ്യാപനത്തിൻ്റെ കാലം വളരെ അഭിമാനത്തോടു കൂടി മാത്രമേ ഓർമ്മിക്കുവാൻ കഴിയൂ. മറ്റ് സ്ഥാപനങ്ങളിൽ, യാത്രകളിൽ പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടുമുട്ടാറുണ്ട്. ബസ് സ്റ്റോപ്പിലും മറ്റും ടീച്ചറെ എന്ന് വിളിച്ച് അവർ ഓടിയെത്തും. എത്രയോ അഭിമാനകരമായ നിമിഷങ്ങൾ. ഒരുപാട് മിടുക്കരായ കലാപ്രതിഭയുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും കഴിഞ്ഞത് സന്തോഷത്തോടും കൃതജ്ഞതയോടും ആത്മാഭിമാനത്തോടും കൂടി അനുസ്മരിക്കുന്നു. എപ്പോഴും പ്രസന്നവദനയായി ക്ലാസ്സിലായിരിക്കുവാനും സന്തോഷത്തോടെ ഇടപെടുവാനും ഓരോ കുട്ടിയെയും സ്വന്തം എന്ന പോലെ കരുതി സ്നേഹിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അല്ലാത്ത സാഹചര്യങ്ങളിൽ സ്നേഹമയികളായ എൻ്റെ വിദ്യാർത്ഥികൾ ഏറെ ആദരവോടും ക്ഷമയോടും കൂടി മാത്രമേ ഇടപെട്ടിരുന്നുള്ളൂ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. വഴക്ക് പറയേണ്ടി വന്നവരൊക്കെ ഇന്ന് സമൂഹത്തിൻ്റെ ഉന്നത നിലകളിലായിരിക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷകരമായ വസ്തുതയാണ്. അധ്യാപനം
ദൈവത്തിൻ്റെ വരദാനമാണ്. കുട്ടിയായിരിക്കുക, കുട്ടികളോടൊത്തായിരിക്കുക എന്നത് അധ്യാപനത്തിലൂടെ മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. വർഷങ്ങളോളം അധ്യാപികയായിരുന്ന ഈ ഭാഗ്യം ആസ്വദിച്ചതിന് ശേഷം വിട പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മികച്ച അധ്യാപകനായിരുന്ന നമ്മുടെ ഫോർമർ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. If the people remember me as a good teacher, that will be the biggest honor for me. Yes, my dear friends, I also like to have that biggest honor. ഞാനും ഇങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ അധ്യാപന ശുശ്രൂഷയിൽ നിന്നും പടിയിറങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഗുഡ് ടീച്ചർ ആയിരുന്നു എന്ന ചിന്ത മാത്രം ഉണ്ടായാൽ മതി, ഞാൻ കൃതാർത്ഥയായി. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളോടും എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സ്വപ്നം കാണാൻ കുട്ടികളെ പഠിപ്പിച്ച APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ തന്നെയാണ്. സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ സൂര്യനെ പോലെ കത്തി ജ്വലിക്കുവാൻ തയ്യാറാകണം. അതെ, ജീവിതത്തിൽ തിളങ്ങുന്ന വിജയം നേടണമെങ്കിൽ കഠിനാധ്വാനത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. ഇനി എല്ലാ ദിവസവും രാവിലെ ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിൽ കയറി കുട്ടികളോട് തമാശ പറയാനും അവരുടെ സ്നേഹം ആസ്വദിക്കാനും കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ട്. എന്നാൽ അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചില്ല എന്നോർക്കുമ്പോൾ. ഇനിയും എന്നേക്കാൾ മിടുക്കരായ വെരി ക്വാളിഫൈഡായ യങ് ടീച്ചേഴ്സിനെ ഈ സ്കൂളിലേക്ക് ലഭിച്ചിട്ടുണ്ട് എന്നോർക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. പിന്നിട്ട് ഞങ്ങളുടെ അധ്യാപന ജീവിതത്തിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ നല്ല ദൈവത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, മാനേജ്മെൻറ്റ്, പ്രധാന അധ്യാപകർ, സഹപ്രവർത്തകർ, ഓഫീസ് സ്റ്റാഫ്, രക്ഷകർത്താക്കൾ, വാത്സല്യമുള്ള കുട്ടികൾ, നാട്ടുകാർ എല്ലാവരുടെയും സ്നേഹം, സഹകരണം, പിന്തുണ ഞങ്ങൾക്കൊരിക്കലും മറക്കാനാവില്ല. എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുയരുന്ന നന്ദി. ഇങ്ങനെയൊരു യാത്രയയപ്പ് സമ്മേളനം ഈ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഒരുക്കിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ അൽഫോൻസായോടും സഹപ്രവർത്തകരോടും PTA-യോടും കുട്ടികളോടും നന്ദി പറയുന്നു. നല്ലൊരു ദിവസം ഏവർക്കും ആശംസിക്കുന്നു. ഈ സ്കൂളിൻ്റെ യശസ് വാനോളം ഉയർത്തുവാൻ സർവേശ്വരൻ ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.